നമസ്കാരം. അപ്പൊ കൊച്ചി സ്റ്റൈലില് വെണ്ടയ്ക്കയും മുട്ടയും താളിക്കുന്നതും പിലോപ്പി കറി വെക്കുന്നത് കണ്ടാലോ? ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി ജാസ്മിൻ ചിറ്റക്കാണ്. ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായപ്പോഴേക്കും അരിഞ്ഞു വെച്ച വെണ്ടക്ക അതിലേക്ക് ഇട്ടു. ഇനി കുറച്ചു നേരം ഒന്ന് ഇളക്കും. ആ ഒരു പച്ചച്ചൊവ ഒന്ന് പോകാനായിട്ട് കുറച്ചധികം നേരം ഇളക്കും. അതിനുശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വീണ്ടും ചീനച്ചട്ടി വെച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടണമല്ലോ. കടുക് പൊട്ടി കഴിയുമ്പോൾ സവാളയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റും. അത് കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും കുരുമുളക് തീർന്നുപോയി. അപ്പം തന്നെ കുരുമുളക് എടുത്ത് പൊടിച്ചെടുത്തു മിക്സിയിലിട്ട്. ആ കുരുമുളക് ഇട്ടു. അതിനുശേഷം നല്ല താറാമുട്ട ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ചിക്കി അതങ്ങ് മാറ്റി വെക്കും. അതിനുശേഷം ഇതിലേക്കാണ് നമ്മുടെ വെണ്ടക്ക വേവിച്ച് വെച്ചേക്കുന്ന വെണ്ടക്ക ഇടുന്നത്. ഇതാണ് കൊച്ചി സ്റ്റൈല് വെണ്ടക്കയും മുട്ടയും കൂടി താളിച്ചത്. അവിടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച കുടംപുളി ഇട്ട പിലോപ്പി കറിയാണ്. അരപ്പ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കണം. അരപ്പെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടപ്പത്ത് വയ്ക്കുക. അതിലേക്ക് പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ആവശ്യത്തിന് കുടംപുളി പുളിക്കനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ ഇടുക. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഇടുക. 10 മിനിറ്റ് തിളപ്പിക്കാൻ വെക്കുക. തിള വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കൊച്ചി സ്റ്റൈല് നല്ല മീൻകറി റെഡി.